ബി.ജെ.പിയുടെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങി. പല നേതാക്കളും ഇതിനോടകം തന്നെ ആക്ഷേപങ്ങളുമായി ബി.ജെ.പിക്കെതിരെ രംഗത്ത് വന്നു എന്നത് ഒരു വസ്തുതയാണ്. അതുപോലെ പല പ്രശ്നങ്ങളും അണിയറയിൽ ഉടലെടുക്കുന്നുണ്ട്. അത്തരത്തിലാണ് പല വാർത്തകളും പുറത്തു വരുന്നത്. കർണാടകയിലുള്ള ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നേതാവാണ് രമേശ് ചന്ദപ്പ. അദ്ദേഹവും അതുപോലെ തന്നെ നിരവധി കർണാടകയിലെ എംപിമാരും ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചേക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി കർണാടക സർക്കാരിനെ താഴെയിടാൻ വേണ്ടി പഠിച്ച പണി 18 പയറ്റുമ്പോൾ സ്വന്തം പാളയത്തിൽ തന്നെ തങ്ങളുടെ കസേരയുടെ ആണി ഇളക്കാനുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടെന്ന് ബി.ജെ.പി മറക്കരുത്. തന്നെ മന്ത്രിസഭയിലേക്ക് എടുക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത ഉണ്ടെന്നാണ് ചന്ദപ്പ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു ഘട്ടത്തിലും സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരെ, അതായത് പിന്നോക്ക വിഭാഗക്കാരെ, ദളിതരെ ഒന്നും തന്നെ ബി.ജെ.പി മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ബി.ജെ.പി അവിടെ കൃത്യമായ മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഹിഡൻ അജണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് തനിക്ക് കൃത്യമായി അറിയാമെന്നും ചന്ദപ്പ കൂട്ടിച്ചേർത്തു. പിന്നോക്കക്കാർക്ക് ഒരിക്കലും ബി.ജെ.പിയിൽ സ്ഥാനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മറുഭാഗത്തു നിന്ന് തീർച്ചയായും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും. അതായത് രാഷ്ട്രപതി പിന്നോക്കക്കാരി അല്ലേ എന്നുള്ള ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് അവരുടെ നയം. അതായത് അധികാരമില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ തസ്തികകളിലേക്ക് പ്രധാനപ്പെട്ട ചില ദളിത് നേതാക്കളെ പ്രതിഷ്ഠിച്ചിട്ട് വിമർശകരുടെ വായടപ്പിച്ച് മറുപടി പറയുന്നതാണ് ബി.ജെ.പിയുടെ രീതി. യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ, ക്യാബിനറ്റിൽ പിന്നോക്കക്കാർ ആയിട്ടുള്ള നേതാക്കന്മാർ എത്രയുണ്ട് എന്നൊരു ചോദ്യം സമൂഹത്തിലുണ്ട്. ഇവിടെയാണ് രമേശ് ചന്ദപ്പ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ദിനം പ്രതി ബി.ജെ.പിയിലെ നേതാക്കന്മാർ ഇതിനെപ്പറ്റി ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ, അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ബി.ജെ.പി എംപിമാരുടെ എണ്ണത്തിൽ നല്ല കുറവുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 240 എന്നുള്ളത് 200-ൽ താഴെയാകും. അതിനധിക സമയം കാത്തിരിക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഈ കപ്പൽ ആടിയുലയുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് പൂർണ്ണമായും മുങ്ങും എന്നുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് അവരുടെ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് 2 സഖ്യകക്ഷികളുടെ സഹായത്തോടെ മാത്രമാണ് എന്നും അടിക്കടി അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശം പോലെ തുടർച്ചയായ മോദി ഭരണം തന്നെ ഉണ്ടാകും എന്ന് വിചാരിച്ചവർക്ക് അടിപതറിയത് 3ാം മന്ത്രിസഭയിലാണ്. എന്നിരുന്നാലും അവർ മറ്റു കക്ഷികളുടെ പിൻബലത്തോടു കൂടി അധികാരത്തിൽ ചേക്കേറി എന്നത് ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഇലക്ഷൻ കമ്മീഷന് എതിരെ ഗുരുതര ആരോപണങ്ങളാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചിരിക്കുന്നത്. 79 ലോക്സഭാ സീറ്റുകളിൽ കൃത്രിമത്വം ഉണ്ടെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പല കാര്യങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. ധനകാര്യമന്ത്രിയെ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് നടപ്പിലാക്കണം. ഏറ്റവും ജനദ്രോഹപരമായ ബജറ്റ് അവതരിപ്പിച്ച ബി.ജെ.പിയെ ഒന്നടങ്കം ജനങ്ങൾ തള്ളിപ്പറയുന്ന കാലം വിദൂരമല്ല. ആരോപണങ്ങൾ ഇങ്ങനെ അടിക്കടിയായി ഉയരുമ്പോൾ ബി.ജെ.പി കൂടുതൽ അടവുകളും തന്ത്രങ്ങളും പയറ്റാനുള്ള ജാഗ്രത കാട്ടും. ഇത് പാവം ജനങ്ങൾക്ക് തിരിച്ചടി ആവാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്കിപ്പോൾ പറഞ്ഞു വയ്ക്കാം.